സ്ത്രീക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ. പുരുഷനത് എന്താ പറയുക, വകുപ്പില്ല കേസ് ഫയൽ ചെയ്യാൻ. ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് എന്നെ അപമാനിക്കുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല, തെളിവുകളോടെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ആ പുരുഷനും അതിനെതിരെ കേസ് കൊടുക്കാമായിരുന്നു. സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് എന്താ പറയുക നമുക്ക് കോടതി. അതുപോലെ ആർക്കാണ് അതെന്താണ് തുല്യതയാക്കുക, അമെൻഡ് ചെയ്തിട്ട് തിരിച്ച് പുരുഷനും ഇതുപോലെ പീഡനമുണ്ടായാൽ ഇതേ ശിക്ഷ അവർക്കും കൊടുക്കാം. പീഡനത്തിൻ്റെ വാക്ക് അറിഞ്ഞുകൂടെയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. കാര്യം എന്ന് വെച്ചാൽ ആ പീഡിപ്പിച്ച വ്യക്തിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും പൈസ ചോദിക്കണമെങ്കിൽ പീഡിപ്പിച്ച ആളെ സാറിന് വെറുക്കല്ലേ ഉള്ളൂ. ഇതങ്ങനല്ലല്ലോ, വീണ്ടും വീണ്ടും പൈസ ആവശ്യപ്പെടുകയാണ്. നിയമം ആർക്കാണ് ഭീരുക്കൾക്കെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതിൽ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്, അതും ശരി തന്നെയാണ്. സിവിൽ കോടതിയിൽ മുഴുവൻ നടക്കുന്നത്. വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പ്, കൗൺസിലിംഗ് എല്ലാം നടത്തിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല താലി കെട്ടാനോ അല്ലെങ്കിൽ മാലയിടാൻ പോകുമ്പോൾ തല മാറ്റുന്നതിനേക്കാൾ നല്ലത് ഇതിനു മുമ്പ് എല്ലാ മതക്കാരും ക്രിസ്ത്യൻസിനെല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു 2 പേർക്കും ഒരു ട്രെയിനിങ്ങും കൊടുത്ത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം വിവാഹ ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. ഒരു വിവാഹത്തിന് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിയുന്നതിന് ശേഷം വിവാഹം ഫിക്സ് ചെയ്ത് നടത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 18, 12 അല്ലെങ്കിൽ 8 കൊല്ലമൊക്കെ പീഡനം കഴിഞ്ഞിട്ട് എല്ലാം അനുഭവിച്ചതിന് ശേഷം പറയുമ്പോൾ അതിൽ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക്. നമ്മൾ ബസ്സിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദേഹത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതിനെല്ലാം കേസെടുക്കണമല്ലോ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അറിഞ്ഞുകൊണ്ട് ആ തൊഴിൽ സ്വീകരിച്ചിട്ട് ഒരു അവസരം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. നമസ്കാരം മാഡം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഒരിക്കലും ലൈംഗികപരമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതികൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കതകിൽ മുട്ടി, പിന്നെ അതുപോലെ അപമര്യാദയായി നോക്കി എന്നൊക്കെയുള്ള വാദങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് ഒരു ന്യായമാണോ? ഇതെങ്ങനെയാണ് സ്ത്രീക്ക് നിയമം കൊടുക്കുന്ന അധിക നിയമപരീക്ഷയെ ദുരുപയോഗം ചെയ്യുകയല്ലേ? അതെ, തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യണം. ഞാനൊരു കാര്യം എടുത്തു പറയാം. നമ്മളൊരു തൊഴിൽ സ്വീകരിക്കുന്നു. നമ്മൾ ആ തൊഴിൽ സ്വീകരിക്കുമ്പോൾ ആ തൊഴിലിൽ ഒരുപാട് വരായികളുണ്ട്, പോരായ്മകളുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ആ തൊഴിൽ സ്വീകരിച്ചത്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് ആ തൊഴിൽ സ്വീകരിച്ചിട്ട് ഒരു അവസരം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് പോകണം, അപ്പം തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ അവരെന്താണ് ഉടനെ തന്നെ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയാണെങ്കിൽ വേറൊരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ മേഖലയിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ളതും എല്ലാ ബെനിഫിറ്റും നേടിയതിന് ശേഷം എവിടെയാണോ അവർക്ക് ആ ഒരു പാപ്പഴ വരുന്നത്, അതായത് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു നടന് അത് നൽകാൻ പറ്റാത്ത അവസരം വരുന്നു, അപ്പോൾ ഇതെല്ലാം പുറത്തുകൊണ്ടും ഇത് ഒരെണ്ണം ബ്ലാക്ക് മെയിലാണ് എന്ന് ഞാൻ തീർത്തും പറയുന്നു. ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലർ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ആയിരിക്കാം ചിലപ്പോൾ സിനിമയിൽ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൽ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആസാമിയും ബംഗാളിയും അവരൊക്കെ വന്ന് ഇത്രയും തൊഴിൽ ചെയ്യുമോ? ഏത് തൊഴിൽ ചെയ്താലും അല്ല. പക്ഷേ അവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അതായത് ഇപ്പോൾ ഇരവാദം ഉയർത്തിയിരിക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് അത് അവരുടെ അവകാശമാണ്, തൊഴിൽ അവരുടെ അവകാശമാണ്, അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, പക്ഷേ ഇത്തരം ദുരുപയോഗം വരുമ്പോഴാണ് നമുക്കത് പ്രശ്നമാകുന്നത്. അല്ല, അപ്പോഴേ നോക്കി നമ്മൾ ഒരു തൊഴിൽ സ്വീകരിക്കുന്നത് ആ ഓരോ തൊഴിലും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തൊഴിലും 100% സന്തോഷകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ISROയിൽ ഒരു ശാസ്ത്രജ്ഞ, അവർക്കാണെങ്കിൽ അവിടെ മെഷീൻ ടെമ്പറേച്ചറിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. രാത്രിയെന്നില്ല പകലെന്നില്ല ആ കാര്യങ്ങളെല്ലാം നോക്കണം. വിക്ഷേപണം ഉണ്ടെങ്കിൽ കുടുംബം ഒന്നും നോക്കാതെ അവർക്ക് പോകണം. അപ്പോൾ അവർ ജോയിൻ ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കി അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അവർ രാജിവെച്ച് പോകണം അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും സിനിമാ മേഖലകളിലും ഇതുപോലെ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവർ ആ മേഖലയിലോട്ട് ചെന്നത്. അപ്പം അവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്ക് അപ്പോഴും തന്നെ എന്ത് ചെയ്യണം, അവർ അത് മതിയാക്കി ആ മേഖല വിട്ട് പോവുകയും നിയമപരമായിട്ട് നടപടികൾക്ക് അപ്പം തന്നെ പോകാമല്ലോ. അതായത് ഒരു പെൺകുട്ടിക്ക് സമ്മതമല്ല എങ്കിൽ അത് എന്തായിരിക്കും, അവളെ ബലാത്സംഗമാണെങ്കിൽ ശരി, അതിനർത്ഥമുണ്ട്. ഇതൊന്നും ബലാത്സംഗമല്ലല്ലോ. അല്ലാത്തടത്തോളം ഇതിന് പരാതിപ്പെട്ടിട്ട് യാതൊരു അർത്ഥമില്ലെന്നാണ് ഞാൻ തീർത്തും പറയാം. അത് 30, 32 അല്ലെങ്കിൽ 18, 12 അല്ലെങ്കിൽ 8 കൊല്ലമൊക്കെ പീഡനം കഴിഞ്ഞിട്ട് എല്ലാം അനുഭവിച്ചതിന് ശേഷം പറയുമ്പോൾ അതിൽ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പക്ഷേ അതിന് തടയിടേണ്ട നിയമം പോലും അവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ഒരു ലൈംഗിക അതായത് അദ്ദേഹം മോശമായി ഇവരുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നു 14 വർഷം മുമ്പാണ്. ബംഗാളി നടിയാണ്. ഇപ്പോൾ ബംഗാളി നടിയുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോകണം. എന്ത് വിഡ്ഢിത്തമാണെന്ന് നോക്കൂ. തികച്ചും വിഡ്ഢിത്തം.
തികച്ചും വിഡിത്തം. അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമ്മൾ ബസ്സിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദേഹത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത്, അതിനെല്ലാം കേസെടുക്കണമല്ലോ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ഇത് കരുതി കൂട്ടി കരുതിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. യാതൊരു സത്യാവസ്ഥ ഇതിനകത്തില്ല. അല്ലെങ്കിൽ എല്ലാം എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? നിയമം അനുകൂലമായത്. ഇല്ലെങ്കിൽ ഇത് പറയുമോ? ഇല്ല, പറയില്ല. അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ കണ്ണിൽ ഇത് പെടുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം നമ്മളെപ്പോലെയുള്ള വ്യക്തികൾ തന്നെയാണ് നീതിപീഠത്തിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ണിലൊക്കെ ഇത് പെടുന്നുണ്ട്, അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ അതിനൊരു ഒരു നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല? അതെ, നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത അത് തന്നെയാണല്ലോ. വേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ആരും ശ്രമിക്കാറില്ല. ഇത്ര തന്നെ ഇതില്ല, ഇത്ര കോളിളൊക്കെ ആകാതെ ഇത് പരിഹരിക്കാൻ ചോദ്യം ചെയ്യപ്പെടാമായിരുന്നു അല്ലേ. എപ്പോഴേ ഇതെല്ലാം സപ്രസ് ചെയ്യാമായിരുന്നത് നിങ്ങൾ അന്ന് അറിഞ്ഞില്ലേ, അപ്പോഴെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇപ്പോൾ ഇതെന്തിനാണ് ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് പരാതിപ്പെടാനും ബോധ്യപ്പെടുത്താനും പരിഹാരം കാണാനും എല്ലാം. ആ നടപടി അന്ന് എടുക്കാതെ ഇപ്പോഴിതൊരു ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് അതെന്തായിരിക്കും? തികച്ചും ഒരു തരത്തിൽ ബ്ലാക്ക് മെയിൽ തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ഇവിടെ വളരെ വളരെ കൂടുതലാണ്. അതായത് അപ്പുറത്തെ വീട്ടിലെ പുരുഷൻ ഇപ്പുറത്തെ വീട്ടിലെ മരത്തിൽ കയറി തൂങ്ങി മരിച്ചപ്പോൾ അയാൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളെ ഗർഭിണിയാക്കിക്കൊണ്ടാണ് തൂങ്ങി മരിച്ചതെന്നാണ് അങ്ങനെ പറഞ്ഞിട്ടും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പണ്ട് ഈ ജോലിക്കാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുടുംബാന്റെ കാര്യം പോക്കാണ്. ശരിക്കും പോലീസിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ അടുത്ത ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആരായിരിക്കും? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഈ പരാതി കൊടുത്തവർക്ക് തന്നെ അറിയാം ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ പരമാവധി അപമാനിക്കാൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി പണം വാങ്ങുക എന്നൊക്കെയുള്ള ഒരു രീതിയാണ്. കാരണം നമ്മുടെ മുകേഷിനെതിരെ പരാതി കൊടുത്ത ഒരു നടി ഒരു ചാനലിൽ വന്നിരുന്നപ്പോൾ ആ ചാനൽ റിപ്പോർട്ടർ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ പീഡിപ്പിച്ചതിന് ശേഷം 25,000 കടം ചോദിക്കുന്നു, പിന്നീട് 1 ലക്ഷം ചോദിക്കുന്നു, 1 ലക്ഷം ചോദിച്ചിട്ട് അക്കൗണ്ട് നമ്പർ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എൻ്റെ കസിൻ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് കസിനോട് ഞാൻ വിവരം പറഞ്ഞു, അപ്പോൾ അയാളാണ് മുകേഷിനെ വിരട്ടിക്കൊണ്ട് ഈ സന്ദേശം അയച്ചതെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ഈ നിയമം പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, ഈ നിയമം ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവരിതിന് മുതിരുന്നത്. അതുപോലെ തന്നെയാണ് പീഡനത്തിൻ്റെ വാക്ക് അറിഞ്ഞുകൂടെയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. കാര്യം എന്ന് വെച്ചാൽ ആ പീഡിപ്പിച്ച വ്യക്തിയെടുത്ത് തന്നെ വീണ്ടും പൈസ ചോദിക്കണമെങ്കിൽ പീഡിപ്പിച്ച ആളെ സാറിന് വെറുക്കല്ലേ ഉള്ളൂ. ഇതങ്ങനല്ലല്ലോ, വീണ്ടും പൈസ ആവശ്യപ്പെടുകയാണ്. അല്ല, അവർ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ എന്ന സംഘടനയിൽ അംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരം കാഴ്ചവെക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ നിയമമനുസരിച്ച് തെറ്റാണോ ശരിയാണോ? നിയമമനുസരിച്ച് തെറ്റാണ്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ ആരും അതിന് ചൂണ്ടിക്കാണിച്ച് ഫൈറ്റ് ചെയ്യുന്നില്ല. അല്ല, മുമ്പ് നമുക്ക് ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ ഈ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും സമ്മതപ്രകാരമാണെങ്കിൽ ശാരീരിക ബന്ധത്തെ ഏർപ്പെടാനുള്ള ഒരു കൊടുത്തത്. അപ്പോൾ ഈ ഇമ്മോറൽ ട്രാഫിക് ഇപ്പോൾ നിലനിൽക്കുന്നില്ലേ? ഇമ്മോറൽ ട്രാഫിക് ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ വന്ന് ലിവിങ് ടുഗദർ എല്ലാം വന്നിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് കിട്ടിയ പോലെ ദിവസവും അതിനുള്ള സാഹചര്യം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പോലെയുള്ള കർണാടക പോലെയുള്ള ഇതൊക്കെ ഇവിടെയൊക്കെ അനുവദിച്ചിപ്പം ഒരുപാട് പേര് പരാതി ഇട്ടല്ലോ. രാത്രി കാലങ്ങളിൽ ഇത് നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 മണിക്ക് ശേഷം പാടില്ലെന്ന് പറഞ്ഞാൽ വഴുതക്കാട് കുറേ റെസിഡൻസിലെ ആൾക്കാർ അത് നമ്മുടെ ഇവിടെ ഇതിനൊക്കെയുള്ള ലൈസൻസ് പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മദ്യവിൽപ്പന തന്നെ പറയുന്നത്, ഞാൻ ഫ്രാങ്കായിട്ട് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ അതുകൊണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ അതിൽ കൂടെ സപ്ലൈ ചെയ്യാമെന്നുള്ള നിയമം വരാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പം പറ്റുന്ന എന്താണ്, വരും തലമുറയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയാണ്. വീട്ടിലിരുന്ന് ഫോൺ ചെയ്ത് ആഹാരം വരുത്തുന്ന തന്നെ ആരും നോക്കുന്നു? ഇതിൽ ഡ്രഗ്സും വരികയല്ലേ. അല്ല, ഈ ഇപ്പോൾ എല്ലാ തവണയും ഓണത്തിനും ന്യൂ ഇയറിനും ഒക്കെ മദ്യത്തിന് റെക്കോർഡ് വിൽപ്പനയാണ്. ഓരോ വർഷം കൂടി വരികയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഓണക്കാലത്ത് മദ്യവിൽപ്പന കുറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിയിരിക്കുന്നു. ആരും മദ്യപാനം നിർത്തിയ ചരിത്രമില്ലല്ലോ. എത്ര പേരുണ്ട്? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഴയ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ ഈ ഒരു നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ മുമ്പൊരു ഡ്രഗ്സ് കേസിലൊക്കെ പ്രതിയായിരുന്നു, അവരും അവർ ഹസ്ബൻഡും. പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഒരു വാദങ്ങളോടും പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നിവിൻ പോളി തെളിവുകൾ സഹിതം മുന്നോട്ട് വന്നിട്ട് പോലും നമ്മുടെ ഒരു മാധ്യമ വിചാരണയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ കോടതിക്ക് പോലും ഇതുപോലെ തോന്നില്ല, ഞങ്ങളെ കോടതി നീതിപീഠത്തെ ഇവർ കബളിപ്പിക്കുകയാണ് എന്നുകൊണ്ട് സുമോട്ടോ കേസ് എടുക്കാനുള്ള വകുപ്പില്ലേ മേഡം? വകുപ്പുണ്ട്, പക്ഷേ എടുക്കാറില്ല. വകുപ്പുണ്ട്, സുമോട്ടോ കേസ് എടുക്കാം. പക്ഷെ അതിനൊന്നും നമ്മുടെ ഇവിടെ ആരും മെനക്കെടുന്നില്ലല്ലോ.
സോമട്ട കേസ് എടുക്കാമല്ലോ, സുപ്രീം കോടതിക്ക് എല്ലാം എടുക്കാമല്ലോ, കേസ് എടുക്കാം. നമ്മൾ നിയമത്തിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഓഡി ഓൾട്രം പാർട്ടം എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു മാക്സിമാണ്, അതായത് ഹിയറിംഗ് ദ അതർ സൈഡ്. ഏതൊരു കാര്യം പോലീസ് സ്റ്റേഷനിലല്ല, കോടതിയിലല്ല, എല്ലാം വരുമ്പം അവരെല്ലാം ചെയ്യേണ്ടത് എന്താണ്? മറുവശം കേട്ടതിന് ശേഷമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. പക്ഷേ 498 എങ്ങനെയാണോ? അല്ല. കേട്ട പാതി ഇവിടെ ഉള്ളൂർ ആർക്കെ പീഡനം, അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡെൻറ്റിസ്റ്റ് പരീക്ഷിച്ച് രാത്രി 10 മണിക്ക് ഇത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണോ നോക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് എന്നെ ഭർത്താവ് ഒരുപാട് പീഡിപ്പിക്കുന്നെന്ന് ഓടി ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്ന് പിടിച്ച് കുരവിളക്കി പിടിച്ച് എടുത്ത് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഒരുപാട് ഉപദ്രവിച്ച് ആ തുടങ്ങിയ സമയത്താണ്. അപ്പോൾ തിരിച്ച് പുള്ളി ആരെയൊക്കെ വിളിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ നിയമം എത്രത്തോളം പ്രായോഗികമാണ്. പക്ഷേ ആ പുള്ളി അനുഭവിച്ച മാനസികതയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും അതിനെന്ത് തിരിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കാത്ത? അല്ല, നമ്മുടെ നിയമം തന്നെ പറയുന്നത് നിയമത്തിന് മുന്നിൽ സ്ത്രീയും എല്ലാവരും തുല്യരാണെന്നാണ്. അത് വെറും ഒരു പരസ്യവാചകം മാത്രമല്ലേ? നമ്മൾ ഈ പരസ്യവാചകം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ഥാപനങ്ങൾ കൂട്ടുന്ന പരസ്യവാചകങ്ങളിൽ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് എന്താണ്, എല്ലാ വീടുകളിലും ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം. എപ്പോൾ ഡൈവേഴ്സിന് കേസ് വരും, ഇപ്പോൾ ഒരുപാട് എടുത്ത് കേട്ടാണ്, എല്ലാം കെട്ടിപ്പറക്കി വീട്ടിലോട്ട് പോകും. അപ്പോൾ പുരുഷനൊരു പേടി പോലെയാണ്, മനസ്സിലായില്ലേ? പ്രധാനമായിട്ട് പേടിക്കുന്നതെന്നായിരിക്കും എന്നറിയാം. ഒരെണ്ണം ചിലവിന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ കൊടുക്കും? ഞാനിപ്പോൾ കെട്ടിടം വെച്ചിട്ടുണ്ട്, വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, ഈ വലിയ തുക ചിലവിന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ കൊടുക്കും? അതും ഒരു കാരണം. ഇതൊരു ബാലൻസിൽ പോവുകയാണ്. കാരണം നമ്മൾക്കൊരു ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകത്തിൽ നമുക്ക് എത്ര കൊല്ലം മുന്നോട്ട് പോകാം എന്നുള്ളൊരു കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു ലോൺ എടുക്കുന്നത്. വാഹനത്തിനായിരുന്നാലും വീടിനായിരുന്നാലും ഇതെല്ലാം. ഇത് ഒരു ദിവസം പാളി പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ഒരു മാസം മുടങ്ങിയാൽ പോലും അത് സിബിൽ സ്കോർ കുറയുകയും പിന്നെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരു. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വിവാഹം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിരം വരുമാനമാണ്. ചെറിയ ചില മേഖല ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്താണ് ഫിക്സഡ് ആണല്ലോ സാലറി. അവരാ രണ്ടറ്റം മുട്ടിക്കാനായിട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോഴായിരിക്കും ഇതും കൂടെ വന്ന് പെടുകയാണെന്ന് വെച്ചാൽ ഇത് കോടതി ഇങ്ങനെ വലിയ തുകയൊക്കെ ചെലവഴിച്ചാൽ മറ്റേ അത് മുടങ്ങും ഇത് മുടങ്ങും. അത് വേറൊരു പ്രവണതയും കൊണ്ടുണ്ട്. മാതാപിതാക്കളുടെ വസ്തുക്കൾ വരെ അറ്റാച്ച് ചെയ്തിടുക. അത് ഏത് നിയമത്തിൽ പറയുന്നത് അങ്ങനെ? പക്ഷെ അതെന്തുകൊണ്ട് കോടതി ചെയ്യുന്നു? കോടതി എന്തുകൊണ്ട് അന്വേഷിക്കാതെ അറ്റാച്ച് ചെയ്യുന്നു? വേറൊരു കേസിൽ ഇപ്പോൾ അങ്ങനെയാണ്. അച്ഛൻ ആ പയ്യന് ആ വസ്തുവകളായിട്ടോ വീടുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ആ വിവാഹത്തിന് ₹1 പോലും മാതാപിതാക്കൾ കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ അവരുടെ ഇത്രയും കാലം അവർ പരിശ്രമിച്ച ലോണും ജോലിയിലിരുന്നതും വസ്തു വിറ്റെല്ലാം ചേർത്ത് ആകെ 2 വസ്തു കൊണ്ട് ഒരു വീട് വെച്ച് അത് ഇത്ര അറ്റാച്ച് ചെയ്തിട്ടിരിക്കുകയാണ് കോടതി. അല്ല, അത് എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം എനിക്ക് അനുഭവമുള്ള ഒരു സംഭവമുണ്ട്. അതായത് നെടുമങ്ങാട് കുടുംബ കോടതി ഈ പാരമ്പര്യമായി, അതായത് പിതാവ് സംബന്ധിച്ച ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയാണ്. പക്ഷെ അത് പിന്നീട് കമ്മീഷനെയൊക്കെ വെച്ചു. അത് വർഷങ്ങൾക്ക് ശേഷം 6-7 വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടി. ലിഫ്റ്റ് ചെയ്തിട്ട് പോലും വീണ്ടും അപ്പീലുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം ഇത് മുമ്പോട്ട് പോകും? അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ്, അവിടെയൊക്കെയാണ് കോടതി എന്തിനാ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പീല് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഒൺലി ക്വസ്റ്റ്യൻ ഓഫ് ലോ. പക്ഷേ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഫാക്റ്റ് വെച്ചിട്ടല്ലേ അവർ പോയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഓഫ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു വകുപ്പുമില്ല പേരൻസിൻ്റെ വസ്തുവകൾ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ എന്തുപയോഗിച്ചിട്ടാണ് അവർ അപ്പീലിന് പോയിരിക്കുന്നത്? അപ്പോൾ അതാണ് കോടതി ഒന്നും നോക്കുന്നില്ല. വരുന്ന എല്ലാം അങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്. കേസിൻ്റെ എണ്ണം കുറഞ്ഞാൽ മാത്രമേ ഉള്ള കേസിന് നീതി കിട്ടത്തുള്ളൂ. ഇത് കോടതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലുപരിയാണ് സിവിൽ കോടതിയിൽ കിടക്കുന്ന കേസ്. അപ്പം അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇത് എന്താണ്, ജെനുവിനാണോ അല്ലയോ. എങ്കിൽ കുറേ അധികം ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇപ്പുറത്തവർ പറയണം ആ വീട് പിസാ ഗോപുരം പോലെ മറിഞ്ഞിട്ട് അത് എൻ്റെ വീട്ടിലോട്ട് വരുന്നതെന്ന് പറഞ്ഞ് ഉടനെ അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഉടനെ ഇഞ്ചക്ഷൻ ഓർഡർ. അത് എന്ത് നടപടിയാണ്? അതിൽ കോടികൾ നഷ്ടം വന്നവരെ എനിക്കറിയാം കൊല്ലത്തൊക്കെ. അതായത് വലിയ കമേർഷ്യലായിട്ട് ഒരു ഷീറ്റിന് തന്നെ ദിവസം 10,000 വാടക കൊടുത്തിട്ടാണ് കമേർഷ്യൽ ബിൽഡിംഗ് എല്ലാം കെട്ടുന്നത്. അങ്ങനെ അപ്പോൾ ആ സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ അവർ ആത്മഹത്യ ചെയ്യാനല്ല അവർക്ക് എന്താ മാർഗം? അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുറം ലോകം അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോടതിയിലൊക്കെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ആ ഒരാൾ നമ്മളെ സിറ്റിക്കകത്ത് നോക്കി അറിയാം ഒരുപാട് കെട്ടിടങ്ങൾ പാർക്കിംഗ് നിലയം പോലെയൊക്കെ കിടക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സിവിൽ നിയമങ്ങൾ. അഥവാ ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ തന്നെ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത്
കോടതിയിൽ കേസ് വിളിക്കുന്ന എത്രയാണ് 1993 തൊട്ടല്ലേ കേസ് പതിറ്റാണ്ടുകൾ കഴിയും തിരിച്ചു കിട്ടും. അപ്പോൾ ഒരാളുടെ ഹർജിക്കാരൻ കാണില്ല, അല്ലെങ്കിൽ മറ്റേ ആളിന് കാണില്ല. പിന്നെ ഒരു അഭ്യാസമുണ്ട്, അത് കോടതിയിൽ ഞാൻ കാണുന്നതാണ്. അതായത് വയസ്സായിരിക്കുന്ന അവർ എത്ര നാൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയാൽ അവരങ്ങ് പോകും. പിന്നെ ഈ കേസ് പറയാൻ അമേരിക്കയിലിരിക്കുന്ന പിള്ളേർക്ക് അപ്പം നമുക്ക് തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ കേസ് നീട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. കേസ് നീട്ടാനായിട്ട് വക്കീലന്മാർക്ക് രണ്ട് കാര്യം: ഒന്ന് ഫീസ് വാങ്ങിക്കുക, ഒരു കാര്യം ഫീസ് വാങ്ങിക്കുക. കേസ് എത്രത്തോളം ഓരോ പോസ്റ്റിങ്ങിനും, അതായത് എന്താ പറയുക, പോസ്റ്റിംഗ് ഇല്ലെങ്കിൽ കൂടെ കക്ഷികളെടുത്ത് പറഞ്ഞിട്ട് ഫീസ് വാങ്ങിക്കുക. രണ്ടാമതായിട്ട് ഇതുപോലെയുള്ള വയസ്സായിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് വെച്ചനുഭവിക്കുന്നവർ. എറണാകുളത്ത് ബാനർജി റോഡിലൊരു കെട്ടിടം 33 വർഷമായിട്ട് കേസ് പറയുകയാണ്. ഇപ്പോൾ അത് ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടും, അതൊരു മജിസ്ട്രേറ്റിൻ്റെ കെട്ടിടമാണ്, ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടും അത് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ പലരും മരിച്ചു കഴിഞ്ഞു. നീതികേട് യഥാർത്ഥത്തിൽ നിയമം തന്നെയാണ് ഈ നീതികേട് കാണിക്കുന്നതല്ലേ? അല്ല, നിയമം ആർക്കാണ് ഭീരുക്കൾക്കെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതിൽ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്, അതും ശരി തന്നെയാണ്. സിവിൽ കോടതിയിൽ മുഴുവൻ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം. കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു അതായത് സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം തന്നെ അവഹേളിക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു, ഞാനിത് പല ഇതും പരിശോധിച്ചപ്പോഴും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ചില സ്റ്റേറ്റിൽ കേട്ടിട്ട് കൂടിയില്ല. മറ്റ് ചില സ്റ്റേറ്റുകളിലൊക്കെ റയറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയും അതിനനുകൂലമായിട്ട് നിൽക്കണം. അത് എന്താണ് ഒരു സ്ത്രീത്വത്തെ തന്നെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ഒരു സംഗതിയല്ലേ അത്? സത്യമാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി ഇപ്പം 18 വയസ്സിന് മുമ്പേ ആണെങ്കിൽ അത് വാലിഡ് മാരേജും അല്ല, അല്ലേ? അപ്പോൾ അവർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പീഡനമാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസിൽ തന്നെ അത് വെളിയിൽ വരണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ പറയുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, നീ എനിക്കുമായി കിടക്കം പങ്കിടണം എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അതിന് വില്ലിങ് ആവുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു? തീർച്ചയായിട്ടും അതല്ലേ സ്ത്രീത്വത്തെ രണ്ടുപേരും കൂടെ സമ്മതപ്രകാരമാണ്. അതിന് കേസ് എടുക്കാനേ പാടില്ല. അങ്ങനെയാണ് നിയമം പറയുന്നത്. സമ്മതപ്രകാരമാണ് അതിൽ തുനിഞ്ഞെങ്കിൽ അത് കേസ് എടുക്കാനേ പാടില്ല. ഭാരതീയ ന്യായ സംഹിതയിൽ അതിന് കൂടുതൽ ശിക്ഷ ഇപ്പൊ പറയുന്നുണ്ട്. കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ വഷളാക്കുകയുള്ളൂ അല്ലേ കാര്യങ്ങൾ? അതെ. ഇതിനെന്താണ് മേഡം ഒരു പോം വഴി? അതായത് സ്ത്രീകൾക്ക് നിയമം അനുകൂലമായി, അവസാനത്തെ ഒരു ക്വസ്റ്റ്യനാണ്, അനുകൂലമായിട്ട് നിരവധി നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു സാധാരണക്കാരൻ, നിയമപരിജ്ഞാനമില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും ഇത് മിസ്യൂസ് ചെയ്യുകയാണെന്ന് അറിയാം. പക്ഷേ ഇതിന് എന്താണ് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പോം വഴി? നമ്മളിങ്ങനെ പറഞ്ഞ് സംസാരിച്ചും ഇരുന്നാൽ മാത്രം പോരല്ലോ. എന്താണ് ഒരു ശാശ്വതമായിട്ട്? അതായത് സ്ത്രീകൾക്ക് എന്തെല്ലാം നിയമം ഉണ്ട് അവർക്ക് അനുകൂലമായിട്ട് അത് തുല്യത വരുത്തുക. ഇപ്പോൾ ഗാർഹിക പീഡനം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വന്നു. അത് സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് എന്താ പറയുക നമുക്ക് കോടതി. അതുപോലെ ആർക്കാണ് അതെന്താണ് തുല്യതയാക്കുക, അമെൻഡ് ചെയ്തിട്ട് തിരിച്ച് പുരുഷനും ഇതുപോലെ പീഡനമുണ്ടായാൽ ഇതേ ശിക്ഷ അവർക്കും കൊടുക്കാം. അങ്ങനെ തുല്യത വരുത്തുക എല്ലാത്തിലും. ഈ നിയമങ്ങളെല്ലാം തുല്യത വരുത്തിയാൽ മതി. അല്ലാതെ സ്ത്രീക്ക് മാത്രം ഓടിച്ചെന്ന് പരാതി കൊടുക്കുമ്പോൾ പുരുഷന് നിയമം ഇല്ലാത്തതുകൊണ്ട് എന്താണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് എഫ്ഐആർ എടുക്കാൻ നിവർത്തിയില്ല. ആ നിയമം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് ആ നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ഇന്ന് നിലവിലിരിക്കുന്ന എല്ലാ നിയമങ്ങളും രണ്ടുപേർക്കും തുല്യമാക്കുക. ആർട്ടിക്കിൾ 14 അപ്ലൈ ചെയ്യുക കോൺസ്റ്റിറ്റ്യൂഷനിലെ. സാധ്യമാണോ? അമെൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അമെൻമെന്റ് ഒരു പുതിയ നിയമം ചോദ്യം ചെയ്യുന്നില്ല ആരും. അതാ ചോദ്യം ചെയ്യാൻ ഇപ്പോഴല്ലേ ഇതിൻ്റെ മേഖലയിലോട്ട് ചോദ്യം ചെയ്ത് തുടങ്ങി. പല കാരണങ്ങളുണ്ട് ചോദ്യം ചെയ്യാത്ത. അതായത് പുരുഷനാണെങ്കിൽ ഒരുപാട് പേര് സപ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നാണക്കേടാണ്, ഫാമിലി പ്രശ്നം. രണ്ടാമത് കുട്ടികളോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വെളിയിൽ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ അതായത് എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കേസുകൾ പലതും സ്ത്രീകൾ പെർമനൻറ്റ് കസ്റ്റഡിയാണ് ചോദിക്കുന്നത്. പുരുഷന് കാണാനേ പാടില്ല കുട്ടിയെ, പെർമനൻറ്റ് കസ്റ്റഡിയാണ് ചോദിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഈ മറച്ച് വെച്ചിട്ടുള്ള കല്യാണം, നമുക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിന് ഞാൻ പറയുന്നത് ഒരു വിവാഹത്തിന് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം വിവാഹം ഫിക്സ് ചെയ്ത് നടത്തുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെയിലാണ് കുട്ടി, പക്ഷേ കേസ് കിടക്കുകയാണ്. അപ്പം ഈ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള അമ്മയ്ക്ക് എത്രത്തോളം ആ കുട്ടിയെ വളർത്താൻ സാധിക്കും? അപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ പലതും ചെയ്യുന്നതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു കൗൺസിലിംഗ്, ഒരു മെഡിക്കൽ ചെക്കപ്പ് രണ്ടുപേരുടെയും. ഒരു കുഴപ്പമില്ല, എല്ലാം എന്താണ് ഓപ്പണാണല്ലോ, അതിൽ കുട്ടികളുണ്ടാകാനുള്ള പ്രാപ്തിയുണ്ടോ, അതെല്ലാം ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുമില്ല. വിവാഹം കഴിഞ്ഞിട്ട്
അതായത് ഒരു സ്റ്റിഗ്മ തന്നെ വീഴുമല്ലോ രണ്ടാമത് കല്യാണം. ഒരു ദിവസം താമസിച്ചാലും ഒരു സ്റ്റിഗ്മ ഇല്ലേ രണ്ടാം വിവാഹമാണെന്ന്. അതിനേക്കാൾ ഉപരി വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പ്, കൗൺസിലിംഗ് എല്ലാം നടത്തിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല താലി കെട്ടാനോ അല്ലെങ്കിൽ മാലയിടാൻ പോകുമ്പോൾ തല മാറ്റുന്നതിനേക്കാൾ നല്ലത് ഇതിനു മുമ്പ് എല്ലാ മതക്കാരും ക്രിസ്ത്യൻസിനെല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു 2 പേർക്കും ഒരു ട്രെയിനിങ്ങും കൊടുത്ത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം വിവാഹ ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. മനസ്സിലായില്ല? അതുപോലെ തന്നെയാണ് നിയമങ്ങൾ ചുമ്മാ നിയമമായിട്ടിരിക്കാനുള്ള ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എവിടെ ഉപയോഗിക്കുന്നത്? നിയമമായിട്ടിരിക്കുന്ന ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് എല്ലാം പ്രായോഗികമാക്കുക. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു 2 വർഷം മുമ്പ് കേരളത്തിലെ ഒരു MLA-ക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിരുന്നു. അതായത് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ സ്ത്രീയും ഈ പറയുന്ന MLA-യും തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. അവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഉപരി ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീ 4 വിവാഹം രേഖാമൂലം കഴിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവർ നമുക്കെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് കൊടുത്തു. പക്ഷേ ഇനിയിപ്പോൾ അവർ വിക്ടിം ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അവർ ഒരേ സമയം 2 വീടുകളിൽ, അതായത് കോഴിക്കോട് ഫറോക്കുള്ള അവരുടെ ഒരു 4ാമത്തെ ഭർത്താവിൻ്റെയും ഇവിടെ കൊഞ്ചിറവിള ഇവിടെ പേട്ടയിലുള്ള 3ാമത്തെ ഭർത്താവിൻ്റെയും വീട്ടിൽ ഒരേ സമയം അതിക്രമിച്ച് താമസിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ട് കോടതി അതിന് യാതൊരു അവർ കൊടുക്കുന്ന പരാതികൾ തന്നെ കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി, അതായത് ഇപ്പോൾ 4 വിവാഹം കഴിച്ചു. അതിൽ ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അതിലൊരു അഡ്വക്കേറ്റിൻ്റെ, അതായത് അതിൻ്റെ ഭർത്താവിൻ്റെ അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് ആലുവ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓഫീസ് അടിച്ച് തകർത്തൊരു കേസും ഈ സ്ത്രീക്കെതിരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതേപോലെ വിവാഹം മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ വിവാഹ തട്ടിപ്പ് നടത്തുകയും ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ 1 കോടി രൂപ ആ MLA-യോട് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കൊടുക്കാൻ ഉള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഈ കേസുണ്ടായത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും, അത് ഇത്തരക്കാർക്കെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അല്ല, ഇത്തരക്കാർക്കെതിരെയും എന്താ പറയുക, നിയമത്തിൽ മാറ്റം വരുത്തിയാൽ മതി. അതായത് ഒരു പുനർവിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യ മരിക്കുകയോ ലീഗലായിട്ട് ഡൈവേഴ്സ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ഇവർ നടത്തുന്നത് എന്താണ്? ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. അപ്പോൾ എന്താണ് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് തന്നെ, അല്ലെങ്കിൽ ഇല്ലീഗൽ മാരേജിന് തന്നെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് എഗൻസ്റ്റായിട്ട് കേസ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള നടപടി എടുക്കണം, ശിക്ഷ കൊടുക്കണം. അത് ശിക്ഷാർഹമാണ്, പണിഷബിൾ ഓഫൻസാണ്. IPC-ലുള്ളതല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ. ഈ റിപ്പോർട്ട് വന്നപ്പോൾ പലർക്കെതിരെയും, ഇപ്പോൾ നമ്മുടെ ഒരു പ്രമുഖ നടി പറഞ്ഞത് 33 കൊല്ലം മുമ്പ് ഒരു സംവിധായകൻ തുളസീദാസ് അദ്ദേഹം അവരുടെ വാതിലിൽ മുട്ടിയെന്നാണ്. വേറൊന്നും പറഞ്ഞില്ല, വാതിലിൽ മുട്ടി എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള നിരവധി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം അപമാനിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സ്ത്രീയാണ്, അമ്മ സ്ത്രീയാണ്, സഹോദരിയും മകളും ഒക്കെ സ്ത്രീയാണ്, മരുമകളൊക്കെ സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാണ്? അതിനുള്ള വകുപ്പുണ്ടോ? അല്ല, വകുപ്പില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. സ്ത്രീക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ. പുരുഷനത് എന്താ പറയുക, വകുപ്പില്ല കേസ് ഫയൽ ചെയ്യാൻ. ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ച് എന്നെ അപമാനിക്കുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല, തെളിവുകളോടെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ആ പുരുഷനും അതിനെതിരെ കേസ് കൊടുക്കാമായിരുന്നു. ആ വകുപ്പില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പുരുഷനെ വെറുതെ വിടുന്ന ഒരു സമയം വരുമല്ലോ, ഈ കേസ് തള്ളിപ്പോകുന്നൊരു സമയം, അപ്പോൾ കൊടുക്കാൻ വഴിയുണ്ട്? അതായത് നഷ്ടപരിഹാരം, ഈ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഇന്നുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അതിനുള്ള വകുപ്പുകളും കുറവാണ്. കുറച്ചുകൂടെ എന്ത് പറയണം, അവർ സുതാര്യമാക്കി പുരുഷന് അനുകൂലമാക്കി എല്ലാ നിയമത്തിലും വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഈ ചോദ്യം വളരെ നല്ല വ്യവസ്ഥ കൊണ്ടുവരിക. വെറുതെ വിടുമ്പം നാട്ടുകാരുടെ മുമ്പിൽ ക്ഷീണിതനായി കുടുംബം തകർന്നു. ഇതിലേറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളാണ് തകരുന്നത്. ഈ കേൾക്കുന്ന ഭാര്യയും മക്കളും എന്താ ധരിക്കുന്നത്? എനിക്കൊരിടത്ത് അറിയാമല്ലോ, ഇതുപോലെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നു പുള്ളിക്ക്. അപ്പം പുള്ളിയെ എങ്ങനെയെങ്കിലും ഒരു ട്രാപ്പിൽ വീഴ്ത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ വിളിച്ച് വരുത്തിയിട്ട് TV കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ പടമൊക്കെ എടുത്തിട്ട് പുള്ളി ഭയങ്കര നിരപരാധി, നമ്മുടെ നെയ്ബറുമാണ്, ശ്രീവരാത്തുള്ളതാണ്. അപ്പോൾ ആ പുള്ളിയുടെ TV-യിലൊക്കെ കാണിച്ചു ഈ എന്താ പറയുക കേസ് ഫയൽ ചെയ്തു. അവസാനം എന്താ പുള്ളി വെളിയിൽ വന്നു. പിന്നെ മാനസികമായിട്ട് തകർന്നു പോയി, ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മാനസികമായിട്ടില്ല. പക്ഷേ ഒരു എന്താ പറയുക, എങ്ങനെ ട്രാപ്പിലാക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശാക്കണം എന്ന് തുനിഞ്ഞിറങ്ങുന്നവരെ ശിക്ഷിക്കാനും അതുപോലെ തന്നെ എതിരെ നടപടിയെടുക്കാനും നിയമങ്ങൾ വന്നേ പറ്റൂ. ഈ നിയമങ്ങളിൽ തന്നെ തുല്യത വരുത്തിയാൽ മതി. തുല്യത വരുത്തിയാൽ മതി. ഇപ്പം 498 ഇപ്പോൾ എന്താണ് 498-ൽ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ആൾക്കാരെയും എന്താ പറയുക ശിക്ഷിക്കുക, അവളെ ക്രൂവൽറ്റിയോ അല്ലെങ്കിൽ അത് അവളോട് അങ്ങനെ മോശമായി പെരുമാറുന്നത്. തിരിച്ചെന്താണ് പറ്റാത്തത്? ഇപ്പം നമ്മൾ പറയണ എൻ്റെ അമ്മയും ഭർത്താവ് പറയാണ്
എൻ്റെ അമ്മയും എൻ്റെ ആൾക്കാരെയും പീഡിപ്പിക്കുകയായിരുന്നു, അവളുടെ വീട്ടുകാരും എന്ന് പറഞ്ഞിട്ട് ആ ഈക്വാളിറ്റി കൊണ്ടുവന്ന ഈ പ്രശ്നം തീർന്നു. തീർന്നു, പരിഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ശരിക്കും അത് അത്യാവശ്യമാണ്. നമ്മൾ കാണുന്നത് എന്താണ്, ആരെയാ പീഡിപ്പിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ? മരുമക്കളൊക്കെ ചില്ലറക്കാരാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം പിടിച്ചു പറിച്ചിട്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ എന്താണ്, നോക്കാൻ ഒരു പെൺകുട്ടി ഇന്ന് തയ്യാറല്ല പ്രായമായ. ഇപ്പോൾ പറയുക അങ്ങനെ പറയാൻ കൂടി പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാഡം തുറന്നു പറയാൻ തയ്യാറായി. പല അഭിഭാഷകർക്കും ഞാൻ സമീപിച്ചിരുന്നു. പലരിടത്തും പറഞ്ഞപ്പോഴും ഈ 498A അല്ലെങ്കിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പലർക്കും ഭയമാണ് ക്യാമറയുടെ മുമ്പിൽ പറയാൻ. കാരണം അവർക്കറിയാം, അവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. കാരണം ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും. ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന പലരുടെയും മുഖം നമുക്ക് അറിയാവുന്നതാണ്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഈ ഒരു നിയമനിർമ്മാണം നടക്കാതെ ഉള്ള നിയമത്തിൽ തന്നെ തുല്യത വരുത്തിയാൽ മതി. ഇത് ഒരു വശം മാത്രമാണല്ല. 498 ആർക്ക് വേണ്ടിയാണ്? സ്ത്രീക്ക് വേണ്ടി. അത് ആപ്ലിക്കബിൾ ആർക്കാക്കാം? പുരുഷനും ആക്കിയാൽ മതി. അമെൻമെന്റ് വരുത്തിയാൽ പോരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ വ്യാപകമായി ഇത് കുറയും. തീർച്ചയായിട്ടും ആ തുല്യതയില്ലേ. അപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള കേസ് അവിടെ വരില്ലല്ലോ. നമ്മളും പറയുകയാണ്, നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ കേസുകളെല്ലാം കൈകാര്യം ചെയ്തത്, അതായത് ഒരു ദിവസമെങ്കിലും ആ വീട്ടിൽ താമസിക്കുകയോ ഭർത്താവിന് എന്തെങ്കിലും ആഹാരം കൊടുക്കുകയോ അത് ചെയ്ത കേസുകളെല്ലാം ക്രൂവലായിട്ട്, അതായത് മഞ്ഞപ്പിത്തം വന്ന വടക്കേ ഇന്ത്യക്കാരൻ മരിച്ചത് എല്ലാവർക്കും അറിയാം. അവിടുത്തെ ക്വാർട്ടേഴ്സിൽ സിറ്റ് ഔട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. അയാളുടെ അമ്മയ്ക്ക് ഒരു വീതം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടാണ് ഇവള് ജോലിയും വാങ്ങിച്ചിട്ട് കേസ് നീട്ടിക്കൊണ്ടുപോയി. അവൾ തന്നെ വിജയിച്ചത്, അവർ മരിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ നെടുമങ്ങാട് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളും എല്ലാം. എൻ്റെ കൈ കിട്ടിയിരിക്കുന്ന കേസുകളിലെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും, ഞാൻ ഇന്ത്യ ഒട്ടുക്ക് പഠനം നടത്തിയിട്ടാണ് എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. ക്രൂവൽറ്റി അഗൻസ്റ്റ് ഹസ്ബൻഡ്സ്, നീഡ് ഫോർ ജെൻഡർ ന്യൂട്രൽ. ഒറ്റ ആഗ്രഹമാണ്, ഒരു ന്യൂട്രലായിട്ട് രണ്ടുപേർക്കും തുല്യത ഉള്ള നിയമമാണ് ആവശ്യം. ഒരു സൈഡ് മാത്രം. എന്തുകൊണ്ട് ഇത്രയും കേസുകൾ ഫേക്കായിട്ട് ഉയരുന്നത്? നിയമം അവർക്ക് അനുകൂലമായതുകൊണ്ടാണ്. 2 മിനിറ്റ് നോക്കിയാൽ തന്നെ കുറ്റകരം. അതൊക്കെ എന്ത് ന്യായമാണ്? അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കട്ടെ, റോഡിൽ ഭയങ്കര വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഒരു സ്ത്രീയെ വിളിക്കാത്തത്, എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ. അപ്പോൾ എടുത്ത് നിന്നെ കൊണ്ടുവന്ന ഒരു പുരുഷനായിരിക്കുമല്ലോ. മേഡം പറയുന്നത് വളരെ സത്യമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു നിയമം വന്നതിൽ പിന്നെ പല സ്ത്രീകളോട് നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരു പരിചയമുള്ള ഒരു വണ്ടിയിൽ പോകുമ്പോൾ പോലും പരിചയമുള്ള ഒരാൾ ചിലപ്പോൾ മഴയത്തായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ വെയിലത്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ആളായിരിക്കും. നമ്മൾ വണ്ടി നിർത്തുപോലുമില്ല. കാരണം ഭയമാണ്. ഈ പറഞ്ഞത് റോഡിൽ വീണ് കിടന്നാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ ഭയമാണ്. കാരണം മനുഷ്യത്വം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആ സമയം ചെന്ന് രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു ഭയം. അതുപോലെ തന്നെയാണ് ഈ SC/ST ഭയങ്കരമായിട്ട്. ഈ രണ്ടും തുല്യത വരുത്തിയേ പറ്റൂ, തീർച്ചയായിട്ടും. അപ്പോൾ അവരെന്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇതെന്തെങ്കിലും, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു നിയമം എന്തിനാണ് ആവശ്യം? പട്ടികജാതി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത്രയും ഇതെല്ലാം ആരുടെ പൈസയാണ്? ജനങ്ങളുടെ പൈസയാണല്ലോ ഇവർക്ക് ഇതിനെല്ലാം കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് ഇവർക്ക് മാത്രം ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ഡിസ്ക്രിമിനേഷൻ വരുത്തിയിരിക്കുന്നത്? ആ വാക്ക് അതെല്ലാം എടുത്ത് മാറ്റിയേ മതിയാവും. അല്ല, അതിൻ്റെയും ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഈ ദളിതരെയൊക്കെ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു കാലഘട്ടം, ഒരു മിഡിൽ പീരീഡിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്നേ മാറി. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പരിഗണന പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെല്ലാം നോക്കിയാൽ ആർക്കാണ്? SC/STക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് എനിക്കറിയാം, അച്ഛനും അമ്മയും ഉയർന്ന പദവിയിലിരിക്കുന്ന എൻ്റെ അടുത്ത് പല കുട്ടികൾ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവർക്കും കൊടുക്കുകയാണ് സ്കോളർഷിപ്പ്. അവർ വലിയ പോസ്റ്റിൽ. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള, അതായത് എക്കണോമിക് റിസർവേഷനാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. ഇല്ല എങ്കിൽ രാജ്യം പുരോഗമിക്കത്തില്ല. മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസിനായാലും അവർക്ക് പള്ളിയെ പേടിയുണ്ട്. ഹിന്ദുക്കൾക്ക് ആരെയും പേടിക്കേണ്ട, ഒരു തോന്നിയ വാസപ്പെട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. ഒരാൾ റോഡിൽ മരിച്ചു വീണ് അയാൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കാം, തലയിറങ്ങി വീണായിരിക്കാം. അടുത്ത നിമിഷം അവർക്ക് തോന്നുന്നത് എന്താണ്? ആരാണ് അടിച്ചിട്ട് ഉടനെ പൊളിറ്റിസൈസ് ചെയ്യുക, പാർട്ടിപരമാക്കുക. ട്രെയിനിൽ വെച്ച് നടന്ന പല സംഭവങ്ങളും എന്താണ്? പരസ്പര ബന്ധമുണ്ടോ പാർട്ടിയായിട്ട്? ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് അവരെന്താണ് അതിനെ മിസ്യൂസ് ചെയ്തിട്ട് പല നേട്ടങ്ങൾ അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീക്ക് പീഡിപ്പിക്കുന്നുണ്ടല്ലോ, മദറിനെയും ഹസ്ബൻഡിനെയും സിസ്റ്ററിനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ, അതിനൊരു അതിനൊരു ആക്ഷൻ ഇല്ല. സർവേയിൽ പിന്നെ കോട്ടയം പാല സൈഡിലൊക്കെ ഒറ്റ പേരൻസിനെ പോലും കുട്ടികൾ നോക്കാൻ തയ്യാറല്ല. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിൻ്റെ ഇതാണ് ഈ സെൻറ്ററുകളിൽ കാണാനുള്ള, വയോജന കേന്ദ്രങ്ങളിലുള്ള. മുസ്ലിംസിൻ്റെ ഒരാൾ പോലും വയോജന കേന്ദ്രത്തിലൊന്ന് പരിശോധിച്ചു നോക്കും. അവരുടെ മതം
പറയുന്നത് എന്താണ് വാർദ്ധക്യത്തിലും അവരെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നുള്ളതാണ്.